രൂക്ഷമായ വിലക്കയറ്റവും പ്രതിസന്ധിയും പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സിപിഎമ്മിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം ഇന്ന്. ഏരിയ കേന്ദ്രങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്കാണ് മാർച്ച്. ഇന്ധനവിലയും പാചകവാതക വിലയും വർദ്ധിച്ചിട്ടും രണ്ട് സർക്കാരുകളും ഇടപെടുന്നില്ല എന്നാണ് സിപിഎമ്മിന്റെ ആരോപണം. തിരുവനന്തപുരം GPOയ്ക്ക് മുന്നിൽ നടക്കുന്ന മാർച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. സൈഫ് സൈനലബ്ദീനാണ് ഒരിക്കൽ കൂടി ചേരുന്നത്. സൈഫ്, എങ്ങനെയാണ് സിപിഎം ഈ പ്രതിഷേധ മാർച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്? സംസ്ഥാനം ഉടനീളം വ്യാപകമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുക എന്ന തീരുമാനം തന്നെയാണ് CPM നേതൃത്വം എടുത്തിരിക്കുന്നത്. വിനിഷ, അത് ഏരിയ കേന്ദ്രങ്ങളിൽ നിന്നാണ് പ്രതിഷേധം ആരംഭിക്കുന്നത്. ഏരിയ കേന്ദ്രങ്ങളിൽ നിന്ന് അതാത് കേന്ദ്രങ്ങളിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുക എന്നുള്ള തീരുമാനമാണ് ഇന്നലെ എടുത്തത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് CPM എടുത്തത്. അത് ഏരിയ ഘടകങ്ങളെ അത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനം ഉടനീളം എല്ലാ ഏരിയ കേന്ദ്രങ്ങളിലും ആ പ്രതിഷേധം സംഘടിപ്പിക്കുക. പ്രധാനപ്പെട്ട നേതാക്കന്മാർ അതിന്റെ ഭാഗമായി വരികയും ചെയ്യും. രണ്ട് സർക്കാരുകൾക്കെതിരെയാണ് വിമർശനങ്ങളുള്ളത്, കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനുമെതിരെ. കേന്ദ്ര സർക്കാരാണെന്നുണ്ടെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ കുറഞ്ഞിട്ടും അത് അനുസരിച്ചുള്ള വിലക്കുറവ് പെട്രോളിൽ വരുത്താതെ വില എണ്ണ കമ്പനികൾ വർദ്ധിപ്പിക്കുമ്പോൾ മൗനമായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിനെതിരെ പറയുന്ന കുറ്റം. സംസ്ഥാന സർക്കാരാണെങ്കിൽ വിലക്കയറ്റം മെയ് 15 മുതൽ 25 വരെ 4 തവണ ഇന്ധനവില വർധനവുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അധിക നികുതി സംസ്ഥാനത്തിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും ആശ്വാസം കിട്ടാൻ വേണ്ടി അധിക നികുതി ഒഴിവാക്കണം, സെസ് ഒഴിവാക്കണം എന്നുള്ള ആവശ്യം, കിട്ടുന്ന ആ സെസ് ഒഴിവാക്കണം എന്നുള്ള ആവശ്യം CPM നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇടതുമുന്നണി ആകെ മുന്നോട്ട് വെച്ചിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആ സർക്കാരിനോട് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പറഞ്ഞിരുന്നത് ജനങ്ങളോട് ആ മര്യാദയെങ്കിലും നിങ്ങൾ കാട്ടണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ആ സർക്കാർ മാറി ഈ സർക്കാർ അധികാരത്തിലേക്ക് UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവരോട് ഇടതുമുന്നണി പറയുന്നത് നിങ്ങൾ ആ മര്യാദ കാട്ടണം എന്നുള്ളതാണ്. അങ്ങനെ ആ രീതിയിലുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെ രണ്ട് സർക്കാരുകൾക്കെതിരായ പ്രതിഷേധമായി മാറും ഈ ഏരിയ കേന്ദ്രങ്ങളിലേക്കുള്ള മാർച്ച് എന്ന കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാന സെൻട്രൽ കേന്ദ്രീകരിച്ച് തിരുവനന്തപുരത്ത് GPOയിലേക്കാണ് മാർച്ച് നടക്കുന്നത്. അവിടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രാവിലെ 10:30 മാർച്ച് ഉദ്ഘാടനം ചെയ്യും. ദിനിഷ, സൈഫ്, മുൻപുണ്ടായിരുന്ന സർക്കാരിനെ കുറ്റം പറയലല്ലോ വേണ്ടത്. മുൻപുണ്ടായിരുന്ന സർക്കാരിന്റെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണല്ലോ ആ സർക്കാരിനെ ജനങ്ങൾ താഴെ ഇറക്കിയത്. അപ്പോൾ നിങ്ങൾ അന്ന് അത് അങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞൊരു കാരണം കാണിച്ച VD സതീശൻ സർക്കാരിന് മുന്നോട്ട് പോകാനാകില്ല. ഏതായാലും ധവളപത്രം പുറത്തിറങ്ങാൻ പോകുന്നു. നമ്മുടെ യൂട്യൂബ് കമന്റ് ബോക്സിൽ ഇല്യാസ് ചോദിക്കുന്നുണ്ട്, പൂച്ച പ്രസവിച്ചു കിടക്കുന്ന ഖജനാവിലെ പൂച്ചക്കുട്ടികളുടെ എണ്ണം ഇന്ന് അറിയാമല്ലേ? ഇന്ധന സെസ് കുറയ്ക്കാനുള്ള തീരുമാനമൊക്കെ ധവളപത്രത്തിൽ ഉണ്ടാകുമോ? ധവളപത്രത്തിൽ ഇന്ധന സെസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല, ഇന്ധന സെസ് കുറയ്ക്കാനുള്ള സാധ്യതയേ ഇല്ല എന്ന് തോന്നുന്നു വിനിഷ. കാരണം വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ സംസ്ഥാന സർക്കാർ നേരിടുന്നുണ്ടെന്ന് അവർ തന്നെ വ്യക്തമാക്കുകയാണ്. അധിക ബാധ്യത ഒരുപാട് ഇതിനോടകം തന്നെ ഏറ്റെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 15-ാം തീയതി മുതൽ KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കാനുള്ള തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിലേക്ക് ആ വിഷയം വരുന്നുണ്ട്. മന്ത്രി നൽകിയ പ്രപ്പോസൽ പ്രകാരമാണെന്നുണ്ടെങ്കിൽ അത് ഓർഡിനറി ബസ്സിൽ മാത്രമാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഓർഡിനറി ബസ്സിലും ഫാസ്റ്റ് പാസഞ്ചറിലും എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര നൽകണം കേരളത്തിലുടനീളം. അങ്ങനെയെങ്കിൽ 80 മുതൽ 90 കോടി രൂപ വരെ അതിന് വേണ്ടി വരും. പിന്നീട് ക്ഷേമ പെൻഷൻ, കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അവർ കേട്ട ഏറ്റവും വലിയ വിമർശനം 18 മാസം ക്ഷേമ പെൻഷൻ മുടങ്ങി എന്നുള്ളതാണ്. ബജറ്റ് 19-ാം തീയതി വരാൻ പോവുകയാണ്. 100 രൂപയെങ്കിലും ബജറ്റിൽ അത് കൂട്ടിക്കൊടുക്കേണ്ടതില്ലേ ആദ്യ ബജറ്റ് എന്ന നിലയിൽ? 100 രൂപ കൂട്ടുകയാണെങ്കിൽ 900 കോടി രൂപ മാസം അധികമായി കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ വരുമാനത്തിനുള്ള ചെലവ് അധികമാവുകയും കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം കുറയ്ക്കുകയും ചെയ്യും നമുക്ക് ഈ ഘട്ടത്തിൽ വിചാരിക്കാൻ കഴിയുന്നില്ല. അതിന്റെ ഒരു സൂചന കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ നൽകിയിരുന്നു. അത് തോമസ് ഐസക്കിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. തോമസ് ഐസക്കിനോട് അന്ന് സെസ് കൂട്ടിയ സമയത്ത് അന്ന് പ്രതിപക്ഷ നേതാവല്ല അദ്ദേഹം, ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്താണ്, താൻ പറഞ്ഞിരുന്നു അധിക സെസ് ഒഴിവാക്കണമെന്ന്. അന്ന് തോമസ് ഐസക് പറഞ്ഞ മറുപടി, ആ മണ്ടത്തരം ഞങ്ങൾ കാണിക്കില്ല എന്നാണ്. ആ മണ്ടത്തരം ഞാൻ കാണിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നാണ് പ്രതിപക്ഷത്തോട് VD സതീശൻ കഴിഞ്ഞ ദിവസം ചോദിച്ചത്. അതായത് കുറയ്ക്കാനുള്ള ഉദ്ദേശം ഉണ്ടാകും എന്ന് കരുതാൻ വയ്യ. കാരണം അധിക ചെലവുകൾ വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് കിട്ടുന്ന വരുമാനം കുറയ്ക്കാനുള്ള സാധ്യത കുറവാണെന്ന് വിലയിരുത്തേണ്ടി ഇരിക്കുന്നു. വിനിഷ.